കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാനും പാടി ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം നമ്മൾ വായിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യേശു നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളും വായികളെ തുറന്നു പറയാം, യേശു നല്ലവനല്ലോ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തലമുറ തലമുറയോളം അവൻ്റെ കൃപയും അവൻ്റെ ദയയും എത്രത്തോളം വലുതായിരിക്കുന്നു എന്ന് നമ്മൾ വീണ്ടും കാണുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നീ എത്ര നല്ലവൻ. എന്തിനാണ് ദൈവം നല്ലവനായിരിക്കുന്നത്? ജാതികളായിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ ഭവനക്കാരെന്ന് വിളിക്കുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ ഭവനക്കാരും ദൈവത്തിൻ്റെ സ്വന്തം മക്കളും അവൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവനോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം യോഗ്യരാക്കി തീർത്ത പിതാവായ ദൈവത്തെ നാം ഒരുമിച്ച് നന്ദിയോട് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി പറയാം. ആലോചനയിൽ വീരനും പ്രവൃത്തിയിൽ ശക്തനുമായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് നാം ഉയർത്തുമ്പോൾ ഇത് രാവിലെ വിടുതലുകൾ നടക്കും. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ മാറി ദൈവത്തെ മുഖാമുഖം കാണുവാൻ ദൈവം നമുക്ക് കൃപയും സമാധാനവും തരും. ഹല്ലേലൂയ. അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപയും സമാധാനവും തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരിൽ ആദ്യജാതനായ യേശുക്രിസ്തു നമ്മെ പിതാവിൻ്റെ സന്നിധിയിൽ ഒരു വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ആക്കി തീർത്തവന് എന്നേക്കും മഹത്വം ബലവും. ആമേൻ. സ്ട്രെങ്ത് ആൻഡ് ഓണർ, മഹത്വവും ബലവും എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഫ്രണ്ടിൽ ഒരു ലീഡർ ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് പ്രതിവാക്യമായി മുഴുവൻ സൈന്യവും പറയുന്ന ഒരു വിക്ടറി സൗണ്ടാണ് സ്ട്രെങ്ത് ആൻഡ് ഓണർ, മഹത്വവും മാനവും. എന്ന് വെച്ചാൽ ജയം നമ്മുടെ പക്ഷത്താണ്, നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് സൈന്യം പറയുന്നതെങ്കിൽ, ഇന്ന് ജയിച്ചവനായ ഒരു ലീഡറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുഴുവൻ സൈന്യവും പറയുകയാണ് സ്ട്രെങ്ത് ആൻഡ് ഓണർ, മഹത്വവും ബലവും എന്നേക്കും. ആമേൻ. നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. ഇന്ന് നമ്മളെല്ലാവരും അവൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. ഹല്ലേലൂയ. എല്ലാ കണ്ണും അവനെ കാണും. അവനെ തുളച്ചവനും സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അതെന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പോകുമ്പോൾ വ്യക്തികൾ, ഗോത്രങ്ങൾ അവനെ
ഇല്ലെങ്കിൽ അയച്ച ഇപ്പോൾ സുവിശേഷകരായിക്കൊള്ളട്ടെ, മറ്റുള്ളവരായിക്കൊള്ളട്ടെ, അവരെ തള്ളിക്കളയുമ്പോൾ, അവരെ ഇന്ന് അടിക്കുമ്പോൾ, സുവിശേഷവും ദൈവത്തിൻ്റെ വചനവും വലിച്ചു കീറിക്കളയുമ്പോൾ, സത്യത്തിൽ ഇതായിരുന്നു ദൈവമെന്ന് അവർ മുഖാമുഖം കാണുമ്പോൾ അവരെ ചൊല്ലി വിലപിക്കും. എന്നാൽ ഇന്ന് യേശുവിനെ രക്ഷകരായി സ്വീകരിച്ച നമ്മൾ ഭാഗ്യകൂട്ടമാണ്, ഭാഗ്യം ചെയ്തവരാണ്, അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നാം. നമ്മുടെ കയ്യിൽ, നമ്മുടെ ഉള്ളിൽ യേശു വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പാടുവാൻ, അവന് സ്തുതി കരയേറ്റുവാൻ, നമുക്കെല്ലാം ഒരുമിച്ച് ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന സകലതും ദൈവം കേൾക്കുവാൻ ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഇത് രാവിലെ പരിശുദ്ധാത്മാവ് സകലത്തിലും ഇതേയും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ദേഹിയിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തകളിൽ പരിശുദ്ധാത്മാവേ, നിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ വല്ലഭത്വത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നീ സകലത്തെയും നിയന്ത്രണം ഏറ്റെടുക്കണമേ. വി വെൽക്കം ഹോളി സ്പിരിറ്റ്. നന്ദിയോട് സ്തോത്രം. ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനുമായുള്ളവനെ, നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നീ ഇരിക്കുന്നവനാണ്, സകലതും കാണുന്നവനാണ്. ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഏഴാത്മാക്കളുടെ നടുവിൽ എന്നേക്കും വസിക്കുന്ന നിത്യപിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സമാധാന പ്രഭുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആലോചനയിൽ വീരനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് ഈ ആരാധന സിംഹാസനത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവം നിന്റെ മക്കൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങട്ടെ. നന്ദി പറയുന്നു. We give you praise. ഇരുന്നവനിരിക്കുന്നോനെ, ഇനിമേലും വരുന്നവൻ നീയേ. ഇരുന്നവനിരിക്കുന്നോനെ, ഇനിമേലും വരുന്നവൻ നീയേ. ഇരുന്നവനിരിക്കുന്നോനെ, ഇനിമേലും വരുന്നവൻ നീയേ. മാറനാഥാ, മാറനാഥാ, വന്നിടുമേ. മാറനാഥാ, ആൽഫയും ഒമേഗയുമേ, ആദിയും അന്തവും നീയേ. ആൽഫയും ഒമേഗയുമേ, ആദിയും അന്തവും നീയേ. വാഴുമേ മാറനാഥാ, വന്നിടുമേ. മാറനാഥാ, മാറനാഥാ, ഇരുന്നവനിരിക്കുന്നോനെ, ഇനിമേലും വരുന്നവൻ നീയേ. ഇരുന്നവനിരിക്കുന്നോനെ, ഇനിമേലും വരുന്നവൻ നീയേ. വന്നിടുമേ മാറനാഥാ, വന്നിടുമേ മാറനാഥാ, മാറനാഥാ. Yes, Lord Jesus. Come, Lord Jesus. Come, Lord Jesus. Come, Lord Jesus. Purify your bride. നിന്റെ മണവാട്ടിയെ നീ ശുദ്ധീകരിച്ച് കറ, വാട്ടം, ചുളുക്കം എന്നിവയില്ലാത്ത നിന്റെ സന്നിധിയിൽ പരിപൂർണമായി വിശുദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു മണവാട്ടിക്കായി നീ വരുമ്പോൾ ആത്മാവും സഭയും ഒരുമിച്ച് പറയുവാൻ, മാറനാഥാ, come Lord Jesus, come Lord Jesus, come Lord Jesus, take your bride,
Take your bride away. Take your bride away. നിന്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നീ വേഗം വരണമേ. Jesus, we worship. We give you glory and honor and power and praise to you. യേശുവേ നിൻ തിരു പാദത്തിൽ വന്നേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. ഓ എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലവനേ, ആരാധ്യനേ ആരാധ്യനേ, രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ, രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. യേശുവേ നിൻ തിരു പാദത്തിൽ വന്നേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. ഓ എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ, ആരാധ്യനേ ആരാധ്യനേ, നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. ഓ പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ ആരാധ്യനേ ആരാധന ആരാധന. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും
നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. ഓ പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കുന്നതാ നിശ്ചയം നിശ്ചയമേ. ഓ എൻ ജീവൻ നിന്നിൽ അർപ്പിക്കുന്നതാ നിശ്ചയം നിശ്ചയമേ. രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുവാൻ പലപ്പോഴും അവൻ ചെയ്ത ഉപകാരങ്ങൾ നാം മറന്നു പോകുന്നവരാണ്. ദൈവം നമ്മോട് ചെയ്ത ഉപകാരങ്ങൾ അത് നിത്യവും ശാശ്വതവും നമുക്കും നമ്മുടെ തലമുറകൾക്കും ഒരിക്കലും മാറാത്തതുമാണ്. പലപ്പോഴും ദൈവം ചെയ്ത നന്മകൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ഫിസിക്കൽ മെറ്റീരിയൽ കാര്യങ്ങളാണ് അനുഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതല്ല. ഇന്ന് നമുക്ക് 1 കോടി ആവശ്യമുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം നമുക്ക് 1 കോടി തന്നേക്കാം. പക്ഷേ അത് ദൈവം നമ്മുടെ ഒരു പ്രാർത്ഥന കേട്ടു, അത് നിത്യമായ ഒന്നല്ല. കാരണം നാളെ അതിലും 10 കോടിയുടെ ആയിരിക്കാം നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. എന്നാൽ ദൈവം ചെയ്ത നന്മകൾ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു ഭാഗത്ത് തന്നെ എഴുതിയിരിക്കുന്ന വെളിപാട് പുസ്തകം 1 അവൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തൻ്റെ പിതാവിന് ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി. ഇത് നിത്യമായ ഒന്നാണ്, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തതാണ്. ഇന്ന് നിങ്ങളൊരു പ്രശ്നത്തിലൂടെ പോകുമായിരിക്കാം, പക്ഷേ ഇത് ദൈവം ചെയ്ത നിത്യമായ നന്മയാണ്. യേശുവിൻ്റെ രക്തത്താൽ ഒരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ ഇന്ന് രാജാക്കന്മാരും ഇംഗ്ലീഷിലിങ്ങനെയാണ് ഹി മെയ്ഡ് us kings and priests. ഇംഗ്ലീഷിലിങ്ങനെയാണ് അത് വായിക്കുന്നത്. To him who loved us and washed us from our sin in his own blood, and he made us kings and priests to
to his God and Father, to him be the glory and dominion forever. He made us. അവനാണ് നമ്മളെ ഒരു പുരോഹിത വർഗത്തിൽ ജനിച്ച കുടുംബമൊന്നും ആയതുകൊണ്ടല്ല നമ്മൾ പുരോഹിതന്മാരായത്. ലേവ്യ പുരോഹിതന്മാർ അത് ഇസ്രായേലിൻ്റെതാണ്. നമ്മൾ ദൂരസ്ഥരായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. ബട്ട് ഹി മെയ്ഡ് us kings and priests. This is an eternal blessing. ഇത് നിത്യമായ നന്മയാണ്. അവൻ നമ്മെ അവകാശികളാക്കി. അവൻ നമ്മെ അവൻ്റെ സന്നിധിയിൽ ഓഹരിക്കാരായി. അവൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഒരു ക്രിയയോ പ്രാർത്ഥനയോ ഒന്നുമല്ല. He made us kings and priests by his own doing. അവൻ്റെ പ്രവൃത്തിയാൽ അവൻ നമ്മെ രാജാവായി പുരോഹിതന്മാരാക്കി. എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾ ഏതാണ് എന്ന് നമ്മൾക്ക് പലപ്പോഴും ചോദ്യം വരും. ഒരു അനുഗ്രഹവും കാണുന്നില്ലല്ലോ എന്ന് ചോദ്യം വരും. പക്ഷേ അവിടെ തന്നെ ആ ഒരു 1-ാം അധ്യായത്തിൽ മുഴുവനും 7 ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ നമ്മുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിത്യമായ അനുഗ്രഹങ്ങളാണ്. ആർക്കും എടുത്തു മാറ്റുവാൻ പറ്റാത്തതാണ്. നമ്മുടെ സാഹചര്യത്തിനോ പട്ടിണിക്കോ പിശാചിനോ ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നും ദൈവം നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ നിന്നും നമ്മെ മാറ്റുവാൻ ഒന്നിനും കഴിയില്ല. അപ്പോൾ ആ അനുഗ്രഹം എന്താണ്? അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അവൻ നമ്മെ ദത്തെടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ സകലതും അറിഞ്ഞതിന് ശേഷമാണ് ദൈവം എന്നെ ദത്തെടുത്ത് അവൻ്റെ കുടുംബത്തിലാക്കിയത്. കാരണം നമ്മളൊരു കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അപ്പനും അമ്മയ്ക്കും ചോയ്സ് ഇല്ല. ജനിച്ചു വീഴുന്ന അതിനിപ്പം എന്തിനൊരു ഡിഫോംഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണെങ്കിൽ പോലും അവർക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഒരു അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം. ദൈവം നമ്മളെ ദത്തെടുത്തു എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ മുഴുവനും കണ്ടിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അവനെ സ്തുതിക്കുക. എൻ്റെ എല്ലാം അറിഞ്ഞ് എൻ്റെ അകവും പൂർവ്വവും എന്താണെന്ന് പൂർണ്ണമായി അറിഞ്ഞ ദൈവമാണ് ദൈവം എന്നെ ദത്തെടുത്തു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വീണ്ടും അവൻ്റെ ഹിതം നമ്മെ അറിയിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പല അനുഗ്രഹങ്ങൾ അവിടെ പറയുമ്പോൾ ഇതാണ് നന്മ. അപ്പോൾ ആ പാട്ട് നമ്മൾ പാടുമ്പോൾ വീണ്ടും ഈ നന്മയെ ഓർത്ത് ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ രാജാവും പുരോഹിതന്മാരുമാക്കിയല്ലോ, നന്ദി നാഥ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത ഉള്ളം നീറയും നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത ഉള്ളം നീറയും നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധരേ ഉന്നതനേ ആരാധന ആരാധന. രക്ഷകരേ യേശുനാഥാ ആരാധന ആരാധന. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാൽ നിന്നെ പിരിയുകില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാൽ നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. ഓ എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ.
രക്ഷകനേ യേശുനാഥ ആരാധ്യനേ ആരാധ്യനേ നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ പരിശുദ്ധരേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. Thank you, Jesus. Thank you for qualifying us to be your king and your priest. Thank you for your choosing on our lives. Thank you for accepting us. ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന സകലതും നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാക്കിയ അങ്ങയുടെ മഹായാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. ക്രൂശിനെ ഞങ്ങൾ ഓർക്കുന്നു. നീ അടിയേറ്റത് ഞങ്ങൾ ഓർക്കുന്നു. എങ്ങനെ ഞങ്ങൾ മറക്കും കർത്താവേ? നിന്റെ ക്രൂശിനെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ക്രൂശിലല്ലാതെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ വേറെ ഒന്നുമില്ല. അതിനാൽ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ക്രൂശിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യു ലീഡ് us today, Lord. നിന്റെ സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാ ദിനങ്ങളും ചലിപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. Thank you for your presence. Thank you for your exceeding presence. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്ത നച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത നച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത
നനച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ പാണിയാൽ ചേർത്ത നനച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ പാതയിൽ അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ. എൻ്റെ ശൂന്യതയെ നിറച്ചവനെ, എൻ്റെ കൂരിൽ പാതയെ വെളിച്ചമാക്കി മാറ്റിയവനെ, ഓ ഇന്നൊരു നിറവിൻ്റെ അനുഭവം നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. ഓ എൻ്റെ എല്ലാ ശൂന്യതകളുടെ നടുവിലും നിന്റെ നിറവിന്ന് വെളിപ്പെടട്ടെ. Thank you, Holy Spirit, for your wonderful presence. It's filling now. Rea boso roko reke rebioria baso roko riki ribiorio moko. We thank you, Holy Spirit. Riki ribioria baso roko riki ribio. Rea boso roko riki ribiorio moko siki ribiorio moko. Thank you, Holy Spirit. Thank you, Holy Spirit. Psalms 21:6 says, for you have made him most blessed forever, and you have made him exceedingly glad with your presence. You have made him most blessed forever. എന്നെ ഏറ്റവും അനുഗ്രഹപൂർണനാക്കി നീ മാറ്റി. And you have made him exceedingly glad with your presence. നിന്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്താൽ എന്നെ നീ നിറച്ചു. Today that experience is coming upon you. You have made him exceedingly glad with your presence. നിന്റെ സാന്നിധ്യത്താൽ എന്നെ സന്തോഷിപ്പിക്കണമേ. വേറൊന്നിലും എനിക്ക് സന്തോഷമില്ല. എൻ്റെ ശൂന്യതയിൽ നിറച്ച ദൈവമേ, നന്ദി പറയുകയാണ്. Oh, right now the filling of the Holy Spirit is coming upon you. Receive his touch. Receive the touch of the Holy Spirit. Thank you, Holy Spirit. O sabaraka rekerebiorio. Hallelujah. We claim and cling for this presence and wonderful experience. You have made me exceedingly glad with your presence. നിന്റെ സന്തോഷത്താൽ, നിന്റെ സാന്നിധ്യത്താൽ നിറയുമ്പോൾ ഞങ്ങൾ അതിരുകളില്ലാത്ത സന്തോഷത്താൽ ഞങ്ങൾ നിറയുകയാണ്. ഹോറാബാസെ റേക്കി റേക്കി റേബിയോറിയ ബാസോ Rosso roko reke rebioria basso roko. Siki rebioria basso roko reke rebioria roko. We thank you, Jesus. Holy Spirit of God, we thank you, Jesus. നീ എന്നെ അനുഗ്രഹപൂർണനാക്കി മാറ്റിയതിനായി സ്തോത്രം. ഇന്നിതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹപൂർണന്മാരാക്കി മാറ്റുന്നതിനായി സ്തോത്രം. Hallelujah. Most blessed for you are most blessed forever.
ശത്രു പറയും നീ ഒരു പരാജയമാണ്, ശാപമാണ്. അല്ല, ഇതിൻ്റെ വചനം പറഞ്ഞു യു ആർ മോസ്റ്റ് ബ്ലെസ്സഡ് ഫോർ എവർ. നിങ്ങൾ തിരിച്ചു പറയണം, ഞാൻ ഏറ്റവും അനുഗ്രഹപൂർണനാണ്, ഞാൻ അനുഗ്രഹപൂർണനാണ്. കുറവുകളൊന്നുമില്ലാത്ത ദൈവം എന്നെ അനുഗ്രഹപൂർണതയിൽ നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എന്നെ കഴുകിയ ദൈവം. കുറ്റം വിധിക്കുന്നവനാർ? ആ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക എൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുക എൻ ഗ്രഹമെന്തുള്ളൂ. Oh, we worship you, Lord. Worship him, worship him. സിംഹാസനത്തിൽ നിർത്താതെ മൂപ്പന്മാർ, 4 ജീവികൾ, കോടാകോടിക്കണക്കിന് ദൂതന്മാർ രാവും പകലും പരിശുദ്ധൻ 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 എന്ന് നിർത്താതെ, റെസ്റ്റ് എടുക്കാതെ പറയുന്നവനെ ചേർന്ന് നമുക്കും ആരാധിക്കാം. We worship you, Holy Spirit. We worship you, Holy Spirit. We worship you, Jesus. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമസിഹ. ശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ,
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ. ആമേൻ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മെഹരൂടന വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മെഹരൂടന വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ. ആമേൻ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ. ആമേൻ. We worship you, Holy Spirit. We worship you, Jesus. Thank you for the wonderful counselor. അത്ഭുത മന്ത്രിയായവൻ, എപ്പോഴും എനിക്ക് ആലോചനകൾ തരുന്ന ആലോചനയിൽ വീരനെ. Blessed is the one who give counsel. We welcome the counsel of God as we lift up your holy name. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ആഹാ ലേലുയാ.
ലേലുയ ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മസിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മസിഹ. ആഹാ ലേലുയ 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 ആമേൻ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മെഹരൂടന വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മസിഹ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മേഘരൂടന വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാ വേഗം വരുന്നേശു മസിഹ. ആഹാ ലേലുയ 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 ആമേൻ. പവിത്ര ആത്മാ पवित्र आत्मा चले जाए यीशु के चरणों में। पवित्र आत्मा पवित्र आत्मा पवित्र आत्मा मुझे ले जा यीशु के चरणों में। पवित्र आत्मा सिर्फ तेरे लिए यीशु तेरे लिए, सिर्फ तेरे लिए यीशु तेरे लिए, सिर्फ तेरे लिए यीशु तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा पवित्र आत्मा मुझे ले जा यीशु के चरणों में। पवित्र आत्मा पवित्र आत्मा
आत्मा, पवित्र आत्मा मुझे ले जाए यीशु के चरणों में। पवित्र आत्मा सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा मुझे ले जाए यीशु के चरणों में। पवित्र आत्मा, यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु। यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु। सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा चले जा यीशु के चरणों में। पवित्र आत्मा, yes Holy Spirit, lead us to Jesus. വഴിയാകുന്ന യേശുവേ, നീ ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. സത്യമാകുന്ന യേശുവേ, ആ സത്യം ഞങ്ങളിൽ ജീവനായി മാറട്ടെ. നീ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവേ, അത് വെറും വാക്കുകളല്ല. വഴിയാകുന്ന യേശു, പരിശുദ്ധാത്മാവെ ഞങ്ങളെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ച് ആ വഴിയിൽ ഞങ്ങൾ സത്യമാകുന്ന യേശുവിനെ കണ്ടുമുട്ടി. ആ സത്യം ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായി വെളിപ്പെടട്ടെ. സർവ്വദേഹത്തിനും ജീവനായി, ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ദേഹവും ദേഹിയും സകലത്തിലും ശുഭവും സുഖവുമായി ഇന്ന് രാവിലെ ആയിത്തീരട്ടെ. പവിത്രാത്മാ, lead us into the very throne of Holy Spirit. We pray, oh God. Ho Rabaseke, let there be encounters. O Serekerebio. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Be exalted, O Lord, in your strength. നിന്റെ ബലത്തിൽ നീ എഴുന്നേൽക്കണമേ. We will sing and praise your power. നിന്റെ ശക്തിയെ ഞങ്ങൾ പാടും. ഇന്ന് രാവിലെ നിന്റെ ശക്തിയിൽ നീ എഴുന്നേൽക്കണമേ. നിന്റെ ജനത്തിൻ്റെ ഉത്തരമായി നീ എഴുന്നേൽക്കണമേ. ദേശത്തിൻ്റെ ഉത്തരമായി നീ ശക്തിയിൽ എഴുന്നേൽക്കണമേ. നീ ഓഗ്നേയം കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് വാഴുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കും മീതെ നിന്റെ മഹത്വം ഇറങ്ങും. നീ ദൈവമെന്ന് വെളിപ്പെടുത്തുന്ന നാളുകളാണ്. സഭ ദൈവം ആരാണെന്ന്, യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുവാൻ പോകുന്ന നാളുകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. We are in prophetic time where the Holy Spirit is leading and revealing the church.
Hallelujah. In all his glory and fullness. ശത്രുവാണിരുന്ന മലയിലേക്ക് തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി മഹത്വമിറങ്ങി യേശു ആരാണെന്ന് കാണിച്ചു കൊടുത്ത മറുരൂപ മല പോലെ ഇന്ന് രാവിലെ ചില ഇരുട്ടിന്റെ അവസ്ഥകളെ ദൈവം വെളിച്ചമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. മണ്ണായ നിന്നെ ദൈവം മനുഷ്യനാക്കി മാറ്റി ദൈവത്തിന്റെ മഹത്വവും ബലവും നമ്മെ അണിയിച്ച ദൈവത്തിന്റെ വലിയ ശക്തി ഇപ്പോൾ ഇറങ്ങി വരികയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റാസോ റോക്കോ റേക്കെ റേബിയോറിയ ബാസോറോ. നന്ദി പറയാം. വൈകിലെ തുറന്ന് തേക്കെ അറിയാ ബോസോ റോക്കോ റീക്കി റീബിയോറിയ ബാസോ റോക്കോ റീക്കി റീബിയോ. ഈ മൺകൂടാരങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകരുകയാണ്. ഓ, മഹത്വം ഇറങ്ങുകയാണ്. യേശുവിന്റെ മഹത്വം സകലത്തിലും മീതെ നിറയ്ക്കുകയാണ്. സകല നിറവിനാലും നിറയ്ക്കുന്നവന്റെ നിറവ് ഇന്ന് രാവിലെ നിറഞ്ഞു വരികയാണ്. റോസോ റോക്കോ റീക്കി റീബിയോറിയ സബോറാക്ക റബോ റോക്കോ റേക്കെ റേബിയോറിയ ബാസോ റോക്കോ റോക്കോ റേക്കെ റേബിയോറിയ ബാ. Thank you, Jesus. Thank you, Holy Spirit. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. 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 ഓ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. യേശു पवित्र है, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ.
ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയാ ആമേൻ. 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 ദൈവം പരിശുദ്ധൻ. ഹോളി ഹോളി ഹോളി. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. യേശുവാ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയാ ആമേൻ. 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 യേശുവാ ഹല്ലേലൂയാ ആമേൻ. സിംഹാസനത്തിൽ ഉയർന്നിരിക്കും പരിശുദ്ധനേ പരിശുദ്ധനേ. സിംഹാസനത്തിൽ ഉയർന്നിരിക്കും പരിശുദ്ധനേ പരിശുദ്ധനേ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. കെരൂബുകളും സാറാഫുകളും നിത്യം സ്തുതിക്കും പരിശുദ്ധനേ. സ്തുതികളിൻ മധ്യേ വാസം ചെയ്യും ഇസ്രായേലിൻ പരിശുദ്ധനേ. കെരൂബുകളും സാറാഫുകളും നിത്യം സ്തുതിക്കും പരിശുദ്ധനേ. സ്തുതികളിൻ മധ്യേ വാസം ചെയ്യും ഇസ്രായേലിൻ പരിശുദ്ധനേ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന
അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. അത്യുന്നതനേ മഹോന്നതനേ പരിശുദ്ധനേ ആരാധ്യനേ, നീ ഇന്നലെയും ഇന്നുമെന്നും മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ. അത്യുന്നതനേ മഹോന്നതനേ ആരാധ്യനേ പരിശുദ്ധനേ, നീ ഇന്നലെയും ഇന്നുമെന്നും മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. സിംഹാസനത്തിൽ ഉയർന്നിരിക്കും പരിശുദ്ധനേ, പരിശുദ്ധനേ. സിംഹാസനത്തിന്മേൽ ഉയർന്നിരിക്കും പരിശുദ്ധനേ, പരിശുദ്ധനേ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. We worship you, Jesus. We seek your face. ഇന്ന് നിന്റെ മുഖം ഞങ്ങൾക്ക് മറഞ്ഞിരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. We will all be transformed to the same image as we behold on the mirror. ഇതെല്ലാവരും നാം ആരെ ആരാധിക്കുന്നോ അവനെ പോലെ നാം ആയിത്തീരും. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. റോസോ റോക്കോ റേക്കെ റേബിയോറിയ ബോസോ റോക്കോ സിക്കിറേബിയോ റേക്കെ റേബിയോ റേക്കെ റേബിയോ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനെ, ഇന്ന് രാവിലെ ചില മരണത്തിന്റെ സർട്ടിഫിക്കറ്റുകളെ യേശു മാറ്റി ചിലരെ ഇന്ന് ജീവനിലേക്ക് തിരിച്ചുവിടുകയാണ്. മരണത്തിന്റെ അധിപതിയായ പിശാചിനെ യേശുവിന്റെ മരണത്താൽ നീക്കി ഇന്ന് ദൈവത്തിന്റെ ജീവൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ടുഡേ റിസീവ് ലൈഫ്. ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ തടവറകളിൽ നിന്നും ചങ്ങലകളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. റൈറ്റ് നൗ റിസീവ് ദ ഡെലിവറൻസ് ഓഫ് ഗോഡ്. Somebody has been healed right now. ചിലരെ ദൈവം ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ചിലരെ മരണത്തിൽ നിന്ന് ഇപ്പോൾ ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ജീവൻ ഇപ്പോൾ പകരുകയാണ്. നീ മരിക്കേണ്ട ആവശ്യമില്ല മകനെ, മകളെ. നീ ദൈവത്തിന് പ്രിയയാണ്. പിശാച് നിന്നെ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നോക്കുമ്പോൾ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ മെനഞ്ഞവനുമായ ദൈവം പറയുകയാണ്, നീ എന്റേതാണ്. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ അത് ചെയ്യരുത്. ജീവനിലേക്ക്. റോസോ റോക്കോ റേക്കെ റേബിയോ. worship him, worship him, worship him. Oh, oh, oh. Worship, Sekerebio. Lead us into the truth. Oraba sere kerebio riomoko roko rekerebio. Aradhana. Worship him, worship him, worship him. നിങ്ങളുടെ ആത്മമനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവുമായി തൊടുന്ന ഒരു സ്ഥലം. That is a real place of worship.
Where your spirit man touches the spirit of God. Worship is a real place. ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ സ്ഥലമാണ്. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി തൊടുന്ന സ്ഥലം. Worship you, Lord. We worship you, Lord. Worship you, Lord. My Master, worship you, Lord. Worship you, Lord. We 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 worship you, Lord. Aaradhana angeke aaradhana. Aaradhana angeke aaradhana. Aaradhana angeke aaradhana. Aaradhana angeke. Worship you, Lord. Worship you, Lord. ചിലരുടെ മേൽ ആനന്ദ തൈലം ഇറങ്ങി വരികയാണ്. രട്ടിനു പകരം, വെണ്ണീറിനു പകരം ആനന്ദ തൈലം. I break that spirit of depression and I release the spirit of joy. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും തൈലം നിങ്ങളുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. Worship you, Jesus. We worship you, Lord. Worship you, Lord. Worship you, Lord. We worship. Desperate for your presence. We're desperate for your longing, for the touch of God. We long for the touch. Where the bride and the groom meets together. Your face is lovely. Your voice is sweet. Oh, we love you, we love you, we love you, we love you. Worship you, Lord. തിരശ്ശീല നീങ്ങിയ മുഖത്ത് ദൈവമേ നീ എൻ ദൈവം, ദൈവം നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം. നീയല്ലാതെ വേറെ ദൈവമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. അതികാലെ ഞാൻ നിന്നെ തേടും, അതികാലെ ഞാൻ നിന്നെ തേടും. ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം. ഓ ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം. നീയല്ലാതെ വേറെ ദൈവമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. അതികാലെ ഞാൻ നിന്നെ തേടും, അതികാലെ ഞാൻ നിന്നെ തേടും. മരുഭൂമിയിൽ നീ എൻ ദൈവം, സമൃദ്ധിയിലും നീ എൻ ദൈവം. മരുഭൂമിയിൽ നീ എൻ ദൈവം, സമൃദ്ധിയിലും
നീ എൻ ദൈവം. നീയല്ലാതെ വേറെ ദൈവമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. അതികാലെ ഞാൻ നിന്നെ തേടും, ഓ അതികാലെ ഞാൻ നിന്നെ തേടും. എൻ ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം, ദൈവമേ നീ എൻ ദൈവം. തിരശീല നീങ്ങിയ നിൻമുഖത്തെ തേജസ്സോടെ ഞാൻ കാണും വരെ. തിരശീല നീങ്ങിയ നിൻമുഖത്തെ തേജസ്സോടെ ഞാൻ കാണും വരെ. തിരശീല നീങ്ങിയ നിൻമുഖത്തെ തേജസ്സോടെ ഞാൻ കാണും വരെ. I want to see you, Lord. എന്റെ കണ്ണുകളെ കഴുകണമേ. അശുദ്ധമായ കണ്ണുകളെ, അശുദ്ധമായത് പാർത്ത കണ്ണുകളെ കൊണ്ട് പരിശുദ്ധനായ നിന്നെ കാണുവാൻ കഴിയില്ല. It is impossible. With our unclean eyes can't see holy God. പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ കഴിയില്ല. എന്നാൽ നിന്നിൽ വീണ്ടെടുപ്പുണ്ടല്ലോ. In you we have redemption. In you യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ്. ഞങ്ങളുടെ കണ്ണുകളെ കഴുകണമേ, ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ. എല്ലാ ബ്രെയിനിലുള്ള സകല അൺവാണ്ടഡ് ആയിട്ടുള്ള പിക്ചേഴ്സുകൾ, സ്റ്റോറീസ്, പാസ്റ്റിൽ വന്നിരിക്കുന്ന സകല പിക്ചേഴ്സ്, അൺക്ലീൻനെസ് റൈറ്റ് നൗ ബി ക്ലെൻസ്ഡ് by the precious blood of Jesus. യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ കഴുകുകയാണ്. ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കർത്താവേ, നിന്നോടുകൂടെ പങ്കുചേരുവാൻ നീ ഞങ്ങളെ കഴുകണമേ. ഓ വാഷസ്, നീ പത്രോസിനോട് പറഞ്ഞതുപോലെ യു ആർ ക്ലീൻ, നീ ശുദ്ധിയുള്ളവനാണ്. അത് ഞങ്ങളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കേൾക്കുവാൻ Lord, make us clean so that you will say that you are clean. Clean. The fear of the Lord is clean, is pure. യഹോവ ഭക്തി നിർമ്മലമായത്. It's a holy God, holy moment. Oh, the Holy Spirit is coming upon you right now. തിരശീല നീങ്ങിയ നിൻമുഖത്തെ തേജസ്സോടെ കാണുവാൻ, to behold you as you are. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. നിന്നെ മുഖാമുഖം കാണുന്നു ആ ഇടം. പിരിയാ കഴിയുകയില്ല, പിരിയാ കഴിയുകയില്ല. ആ സ്നേഹ കരസ്പർശം പിതാവിൻ മഹത്വം ആമുഖത്തിനല്ലയോ.
വരുന്നു ഞാൻ, വരുന്നു ഞാൻ, വരുന്നു ഞാൻ. ഓ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. നിന്നെ മുഖാമുഖം കാണുന്നു ആ ഇടം. പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ കഴിയുകയില്ല. ആ സ്നേഹ കരസ്പർശം പിതാവിൻ മഹത്വം ആ മുഖത്തിലല്ലയോ. പിതാ മുഖത്തിലല്ല. ഓ ജീസസ്, നിന്റെ കണ്ണുകൾ ഞാൻ ആയിത്തീരട്ടെ, നിന്റെ പാദം ഞാൻ ആയിത്തീരട്ടെ, നിന്റെ എല്ലാമായി ഞാൻ ആയിത്തീരട്ടെ. We worship you, Jesus. Lead us this morning into your very presence. House of Prayer ശുശ്രൂഷകൾ ദാവീദിന്റെ കൂടാരം 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന, സ്വർഗത്തിൽ കണ്ടതുപോലെ ദാവീദ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഈ അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുമ്പോൾ സഭയെ വീണ്ടും പ്രാർത്ഥനയ്ക്കായും ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചനയ്ക്കായും ഒരു പ്രാവചനിക ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു വലിയ വിശുദ്ധ വിളി സഭയുടെ മേലേക്ക് അയക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ തൊട്ടു. പരിശുദ്ധാത്മാവിൻ്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. അവൻ ജീവൻ്റെ അധിപതിയാണ്. മരണത്തിലിരുന്ന ആരെയൊക്കെയോ ദൈവം ഇന്ന് രാവിലെയും വിടുവിച്ചു. ഈ ആരാധനയുടെ നടുവിൽ ഇന്ന് ആരാധന നിങ്ങൾക്ക് വേണ്ടിയാണ്. യു ആർ പ്രഷ്യസ്. പിശാചിൻ്റെ ചവിട്ടുകൊട്ടയല്ല നീ. അവൻ പറയുന്ന സകല കള്ളവും വിശ്വസിക്കുന്ന ഒരു ചവിട്ടുകൊട്ടയല്ല നിന്റെ ജീവിതം. നീ വിലയേറിയവനാണ്. ദൈവം നിന്നെ അനുഗ്രഹപൂർണനാക്കി മാറ്റിയതാണ്. നിന്റെ ജീവിതത്തിൽ നീ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിൽ ഒന്നും അനുഗ്രഹമായി കാണുന്നില്ല. ഇല്ല, ദൈവം നിന്നെ സൃഷ്ടിച്ചത് അവൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നീ അവൻ്റെ മഹത്വം വഹിക്കുന്ന പാത്രമാണ്. ആ ശരീരത്തെ നീ ഇപ്പോൾ വിട്ടുകൊടുക്കുമോ? എൻ്റെ ദേഹി ആത്മാവിനെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വിട്ടുതരുന്നു. ഒരു വിശുദ്ധ ആരാധനയായി, ജീവനുള്ള ബലിയായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള ആരാധനയായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. Come Jesus. Come Lord Jesus. Come Lord Jesus. നിന്റേതായി എന്നെ മാറ്റണമേ. യേശുവേ നിൻ കൈകൾ ഞാനായിടാം, നിൻ കാതുകൾ ഞാൻ ആയിടാം, നിൻ ഹൃദയം എന്റേതാ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കൺകൾ ഞാൻ ആയിടാം, നിൻ കാതുകൾ ഞാൻ
ആയിടാ നിൻ ഹൃദയമെൻ്റെ തീരട്ടെ, നിൻ ശബ്ദമെൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കൺകൾ ആയിടാ, നിൻ കാതുകൾ ഞാൻ ആയിടാ, നിൻ ഹൃദയമെൻ്റേതാ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കൺകൾ ഞാൻ ആയിടാ, നിൻ കാതുകൾ ഞാൻ ആയിടാ, നിൻ ഹൃദയമെൻ്റേതാ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം ആയിടട്ടെ. വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ, നിന്നെ മുഖാമുഖം കാണുന്നു ആ ഇടം, പിരിയാ കഴിയുകയില്ല, പിരിയാ കഴിയുകയില്ല. നിൻ സ്നേഹ കരസ്പർശം പിതാവിൻ മഹത്വം. ആമുഖത്തിലല്ലയോ കൂടെ ഞാൻ നിന്റെ സ്നേഹ സന്നിധിയിൽ, കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. എന്നെ മുഖാമുഖം കാണുന്ന ആ ഇടം, പിരിയാ കഴിയുകയില്ല. ആ സ്നേഹ പരസ്പർശം ഇതാ മഹത്വം അമുഖത്തിലല്ലയോ പിതാവിൻ മഹത്വം മുഖത്തിലല്ല. സ്വർഗീയ പിതാവേ, നിന്നെ ആരാധിക്കുവാൻ തന്ന സമയത്തിനായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഘനമായുള്ളതിനായി സ്തോത്രം. Your presence is heavy in this place. Unto you we lift up the holy name. Unto you we glorify your name. We magnify your name. Be pleased to receive our praise. Be pleased to receive our worship. Be pleased to receive our prayers. We come through the blood of Jesus. We come through the sacrifice of Jesus. Thank you, Jesus. വളരെ അതിമനോഹരമായ സാന്നിധ്യം ഇവിടെ നിറയുമ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തും അതേ സാന്നിധ്യം ഇപ്പോൾ നിറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ദൈവസാന്നിധ്യത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ റിയൽ എൻട്രൻസസ് just to feel His presence. Why we feel far from God. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി അകലെയാണ്. സാന്നിധ്യമുണ്ടെങ്കിലും എന്തോ അനുഭവിക്കാൻ പറ്റാത്ത പോലെ ഒരു തടസ്സം, ഒരു മൂടുപടം പോലെ നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് ദൈവം സകലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുക. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ തക്കവണ്ണം, കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കരച്ചിലും അവൻ്റെ കാതിലെത്താതിരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ കാതും മന്ദമായിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം? അടുത്ത വാക്യം, നിന്റെ ഭാവം അത്രേ,
നീ ചിന്തിച്ചു കൂട്ടുന്നതായുള്ള അകൃത്യമത്രേ ഇപ്പോൾ അവനിൽ നിന്ന് നമ്മെ അകറ്റുന്നത്. അതേ, യേശു സകലതും ചെയ്തിരിക്കെ നമുക്ക് ചെയ്യേണ്ടതായുള്ള ഒരു ഭാഗമുണ്ട്, ഈ ഒരു ബന്ധം നേരെയാക്കുവാൻ. അതിൽ നമ്മൾ കണ്ടതായുള്ള കാര്യങ്ങൾ ഇതാണ്: അശ്രദ്ധകൾ, സ്ട്രൈവിങ്, ഫിയർ, കൺഫ്യൂഷൻ. വേറൊരു കാര്യം, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന് പ്രേരിപ്പിച്ചതായുള്ള വീണ്ടും വീണ്ടും ഞാനിപ്പോൾ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോഴും വീണ്ടും ആ ഒരു കാര്യം എന്നിലേക്ക് വരികയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, Exodus chapter 15 verse 22. Exodus chapter 15 verse 22. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. So Moses brought Israel from the Red Sea. Then they went out into the wilderness of Shur. And they went 3 days in the wilderness and found no water. And now when they came to Marah, they could not drink the waters of Marah, for they were bitter. Therefore the name of it was called Marah. And the people complained against Moses, saying, "What shall we drink?" So he cried out to the Lord, and the Lord showed him a tree. When he cast it into the waters were made sweet. There he made a statue and an ordinance for them, and there he tested them, and said, "If you diligently heed the voice of the Lord your God, and do what is right in his sight, give ear to his commandment, and keep all his statutes, I will put none of the diseases on you, which I brought you on the Egyptians, for I am the Lord who heals you." Then they came to Elim, where there was 12 wells of water and 70 palm trees. So they camped there by the waters. ആദ്യമായി പുറപ്പാട് പുസ്തകം 15:26 റാഫ, I am the God who heals you. റാഫ, അതിൻ്റെ അർത്ഥം to cure, heal, repair, mend, restore, health. It's participle form of Rapha, one who heals. Is a Hebrew word for a doctor. The main idea of the verb Rapha is physical healing. Some have tried to explain away the biblical teaching of divine healing, but all can see that this verse speaks of physical disease, that their divine cure. The first mention of Rapha in the Bible is Genesis 20:17, refers unquestionably to the cure of a physical condition, as to reference to healing leprosy and boils. I am Yahweh, your physician. God is your doctor. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശ ഇസ്രായേലിനെ ചെങ്കടലിലൂടെ നടത്തിക്കൊണ്ടുവന്നു. ഇറ്റ്സ് എ വണ്ടർഫുൾ, ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതം. വടി നീട്ടിയതിലൂടെ ചെങ്കടൽ രണ്ടായി മാറി, രണ്ട് സൈഡും മതിൽ പോലെ നിന്ന് തെക്കൻ കാറ്റിൽ ഈ കടൽ ഒരു ഉണക്ക ഭൂമിയായി മാറി. ഒറ്റ സെക്കൻഡിൽ അവർ കാണുകയാണ്. അവരുടെ മുഴുവൻ ആളുകളും, 6 ലക്ഷത്തിലധികം ആളുകൾ ചെങ്കടലിലൂടെ നടന്ന് അപ്പുറം കടന്നു. എന്നാൽ പുറകിൽ സൈന്യം അവരെ പിന്തുടരുന്നു. അതും അവർ കാണുന്നുണ്ട്. ഒരു സൈഡിൽ അവർക്ക് പേടി, മറ്റേ സൈഡിൽ ദൈവം ചെയ്തൊരു വലിയ അത്ഭുതത്തിലൂടെ അവർ നടന്നു പോവുകയാണ്. എന്താണെന്നറിയില്ല, പക്ഷേ അവർ നടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ ചെങ്കടൽ വീണ്ടും പഴയതുപോലെയായി. ഫറവോനും സൈന്യവും ചെങ്കടൽ മുങ്ങിപ്പോകുന്നത് അവർ കണ്ടു. 430 വർഷം അവരെ അടിമയാക്കി വെച്ച ഫറവോന്റെ ശക്തികൾ അവിടെ കണ്ണിന് മുമ്പിൽ ഇല്ലാതാകുകയും നശിച്ചു പോകുന്നതും അവർ കണ്ടു. ഒരു സക്സസ്, ഒരു ജയം കണ്ട ഉടനെ അവർ തപ്പുകളെടുത്ത് ദൈവത്തിന് പാടി.
ഷൂർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഹീഡ്. അവിടെ ഇങ്ങനെ പറയുന്നത്, മോസസ് ബ്രോട്ട് ഇസ്രായേൽ ഫ്രം റെഡ് സീ ആൻഡ് ദേ വെന്റ് ഔട്ട് ഇൻ ടു ദ വിൽഡർനെസ് ഓഫ് ഷൂർ. ഷൂർ എന്ന വാക്കിൻ്റെ അർത്ഥം ലുക്ക്, നോക്കുക, പോണ്ടർ ചെയ്യുക, ചിന്തിക്കുക. ഒരത്ഭുതം കണ്ടുവരോ പെട്ടെന്ന് പാടി. 3 ദിവസം അവർക്ക് വെള്ളമില്ല. ഇങ്ങനെ പറയുന്ന അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്തു. പക്ഷെ ദൈവം അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവരെ ടെസ്റ്റ് ചെയ്തു, അവരെ ഒന്ന് പരിശോധന ചെയ്തു, പരീക്ഷിച്ചു. ദൈവം അവരെ പരീക്ഷിച്ചു. ഒരു ജയം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹല്ലേലൂയയും സ്തോത്രവും സാക്ഷ്യവും നമുക്ക് ഉയരും. പക്ഷെ ഒരു പ്രതികൂലത്തിലൂടെ നാം പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കയ്പായി മാറും. ഇവിടെ ഒരു രോഗം അവർക്ക്, ഫിസിക്കലായിട്ടൊരു രോഗം അവർക്ക് കാണുന്നില്ല. പക്ഷേ അവരുടെ അകത്ത് കയ്പ്, വെള്ളം കിട്ടാത്തതിൻ്റെതായുള്ള മോശയ്ക്ക് നേരെ പിറുപിറുത്തു. പക്ഷെ ദൈവം വേറൊരു സ്ഥലത്ത് പറയുന്നത്, അവർ എന്നോട് പിറുപിറുത്തു. പലപ്പോഴും നമ്മൾ ആളുകളോട് അവരിത് ചെയ്തില്ല, ഇവരിത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മൾ അവരോടല്ല പറയുന്നത്, നമ്മൾ ദൈവത്തോടാണ് പിറുപിറുക്കുന്നത്. പക്ഷേ അതൊരു ടെസ്റ്റാണ്. ഒരു സക്സസ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റുണ്ട്. ആ സക്സസ്സിനകത്തൂടെ നമ്മൾ വല്ലതും പഠിച്ചോ? നിന്നെ അസാധ്യമായ കാര്യങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ കഴിയുന്നെങ്കിൽ, ഒരു ചെങ്കടൽ 2ആയി മാറ്റുവാൻ കഴിയുന്നെങ്കിൽ, നിന്നെ 3 ദിവസത്തിനകത്ത് വെള്ളം കാണിക്കുവാനും ശക്തനായ ഒരു ദൈവം എന്ന് അവരെണ്ണണമായിരുന്നു. ഷൂർ എന്ന വാക്കിൻ്റെ അർത്ഥം യു പോണ്ടർ, ചിന്തിക്കുക, ധ്യാനിക്കുക. ഈ വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ്, നമ്മൾ പിറുപിറുക്കും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വഴി ഇവിടെ ഇതാണ്. മോശയ്ക്ക് ദൈവത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത ദൈവം വഴി ഇതാണ്. ഈ 3 ദിവസം അവർ ചിന്തിക്കേണ്ടത്, ചെങ്കടലിനെ 2ആയി ഭാഗിച്ചവൻ ഞങ്ങൾക്കിതും സാധിച്ചു തരും എന്ന് അവർ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണമായിരുന്നു. പക്ഷെ അവർ പിറുപിറുത്തു. കാരണം കുടിക്കാൻ കിട്ടിയ വെള്ളം കയ്പാണ്, മാറയാണ്. ബിറ്റർനെസ്, കയ്പ് നമ്മെ ദൈവസന്നിധിയിൽ നിന്നും അകറ്റും. ദൈവസാന്നിധ്യം അനുഭവിക്കാതെ വണ്ണം നമ്മെ അകറ്റുന്ന ഒന്നാണ് കയ്പ്. അവൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന ഒന്നാണ് കയ്പ്. അവൻ്റെ ടെസ്റ്റ് നമ്മളെ ടെസ്റ്റിമണി ആക്കുന്നതിന് പകരം നമ്മളെ പിശാചിൻ്റെ ഒരു ഇരയാക്കി മാറ്റുന്നു നമ്മൾ കയ്പിലേക്ക് പോകുമ്പോൾ. എന്നാൽ അവൻ യഹോവ റാഫ, സൗഖ്യമാക്കുന്ന യഹോവ. എൻ്റെ കയ്പിനെ, എൻ്റെ ആഴമുള്ള മുറിവിനെ സൗഖ്യമാക്കുന്ന ഡോക്ടറാണ് യേശു. ഇന്ന് കയ്പിൽ ജീവിക്കുന്ന, കയ്പ് എപ്പോഴാണ് വരുന്നത്? ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു, ഞാനൊരു കാര്യം പ്രതീക്ഷിക്കുന്നു, പക്ഷെ അത് പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആശാഭംഗം വരുന്നത്, നമുക്ക് പ്രത്യാശയില്ലാതെ തോന്നുന്നത്. കയ്പിലേക്ക് നമ്മൾ പോകും. ഞാനൊരു കാര്യം ഭയങ്കരമായി ആഗ്രഹിക്കുന്നു, അതേപോലെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടും, കയ്പിലേക്ക് പോകും. നമ്മൾ കൂടെ നടക്കുന്ന വ്യക്തികളാണ്, പക്ഷെ പെട്ടെന്ന് ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അകലാൻ തുടങ്ങും. കയ്പിനെ നമ്മൾ മാറ്റി ദൈവത്തിൻ്റെ ജീവിതത്തിൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകളെ ഓർക്കുവാൻ ഉള്ളൊരു സമയമാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് കാണാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം അതിനു മുമ്പേ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഓർക്കുവാൻ, എണ്ണി ഓർക്കുവാൻ, അവൻ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഓർത്ത് ഇപ്പോൾ കാണുന്നതായുള്ള കയ്പിന് മുമ്പേ നമ്മൾ സ്തോത്രം പറഞ്ഞ് നമ്മൾ അതിനെ അതിജീവിക്കുമ്പോൾ ടെസ്റ്റ് നമ്മൾ പാസ്സാകും. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. മകനെ കൊടുത്തപ്പോഴാണ് ദൈവം പറയുന്നത്, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ അനുസരിക്കുമെന്ന്. Now I know that you fear me when you obeyed. നീ എന്നെ അനുസരിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ ഭയപ്പെടുന്നുവെന്ന്. അവിടെയാണ് ദൈവം കരുതിയത് യഹോവ ഈരയായി മാറിയത്. നമ്മുടെ ടെസ്റ്റിമണിയായി മാറണമെങ്കിൽ
നമ്മുടെ മുമ്പിൽ വരുന്നതായുള്ള ടെസ്റ്റിങ്ങിനെ നമ്മൾ പ്രൈസാക്കി മാറ്റണം. ഇതിനു മുമ്പിൽ ദൈവം ചെയ്തതായുള്ള ആ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിനു പുറകിൽ ദൈവം ചെയ്തതിനെ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ശകലം കൂടെ നടക്കുമ്പോൾ പിറുപിറുത്ത് കുറച്ച് നടന്നപ്പോൾ എലിയും അവിടെ ഒരു വലിയ 12 എന്ന് വെച്ചാൽ 12 ഗോത്രങ്ങളാണ്. ഓരോ ഗോത്രത്തിനും ഓരോ കിണറുകളായി ദൈവം അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു ശകലം കൂടെ നടന്നാൽ മതിയായിരുന്നു. പക്ഷെ അതിനു മുമ്പേ പിറുപിറുത്തു. ചില വാഗ്ദത്തങ്ങളിലേക്ക് നീ കാണുന്നതിന് മുമ്പേ നിന്നെ പിറുപിറുപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുന്നത്, നീ അതിലേക്ക് ഒരു കാരണവശാലും കയറരുത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നീ കാണരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പ് കൊണ്ടുവരുന്നത്. ബിറ്റർനെസ് ആൻഡ് മർമറിങ് വിൽ കീപ് us away from God and His presence. അവനും അവൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിട്ടുമാറുന്നതായുള്ള ഒന്നാണ് കയ്പ്. എബ്രായലേഖനത്തിൽ പറയുന്ന കയ്പുള്ള വേര് എന്ന് വെച്ചാൽ ആരും കാണത്തില്ല, എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് അനേകരെ മലിനമാക്കും. എന്ന് വെച്ചാൽ കയ്പ് അവിടെ കിടക്കുമ്പോൾ ആ വേര്, എൻ്റെ ഉള്ളിൽ വേര് ഒരിക്കലും കാണാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ ഉണ്ട്. വേരിൽ നിന്നാണ് സകലതും വരുന്നത്. അവിടെ നിന്നും ചിലത് വലിച്ചെടുക്കുകയാണ്. അതാണ് എൻ്റെ അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നത്, എൻ്റെ അസ്ഥികൾക്ക് ജീവനില്ലാതാക്കി മാറ്റുന്നത്. അനേകരാൽ അത് മലിനമാകപ്പെടും. അപ്പോൾ നമ്മൾ മാത്രമല്ല, കയ്പ് നമ്മളിലേക്ക് വന്നാൽ ആ ക്യാമ്പ് മുഴുവനും, ഒരാൾ പിറുപിറുത്തതാണ്, ആ ക്യാമ്പ് മുഴുവനും പിറുപിറുപ്പിനാൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ ടെസ്റ്റ് അവർ ഫെയിൽഡായി. ഒരു ജയം ഇതിന് തൊട്ട് 3 ദിവസം മുമ്പ് അവർ ചെങ്കടൽ 2 വിഭജിച്ചത് കണ്ടതാണ്, മാറുന്നത് കണ്ടതാണ്. ഫറവോനും സൈന്യവും അവരുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ ചെങ്കടലിൽ മരിച്ചത് കണ്ടതാണ്. എല്ലാം മറന്നു. അടുത്തൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാം മറന്നു. ഇത് തന്നെ ഇതേപോലെ ഒരു സാഹചര്യം കർത്താവ് ശിഷ്യന്മാരുമായി പടകിലേക്ക് പോയപ്പോൾ അവരുടെ കാറ്റും കോളും അവർ വീണ്ടും അവരുടെ പടകിനെ വന്ന് അടിച്ചപ്പോൾ, മർക്കോസിന് സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അപ്പത്തിൻ്റെ സംഗതി അവർ ഓർത്തില്ല. യേശു അവരുടെ ഹൃദയകാഠിന്യവും അവിശ്വാസവും നിമിത്തം ആശ്ചര്യപ്പെട്ടു. ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പടകിൽ കാറ്റും കോളും വന്നപ്പോൾ അവർ പടക് തകരുവാൻ പോയപ്പോൾ അപ്പത്തിൻ്റെ ദൈവം ഇതിനു മുമ്പിൽ ചെയ്ത അത്ഭുതത്തെ അവർ ഓർത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രതികൂല കാറ്റ് നമ്മളെ അടിക്കുമ്പോൾ കയ്പിലേക്കും പിറുപിറുപ്പിലേക്കും പോകുവാനുള്ള സാഹചര്യങ്ങൾ വളരെ പെട്ടെന്നാണ്. പക്ഷെ അവിടെ നമ്മൾ നിന്ന് നങ്കൂരം പോലെ, നമുക്ക് പ്രത്യാശയില്ലാത്ത ഒരാളെ പോലെയല്ല, നങ്കൂരമാകുന്ന പ്രത്യാശ നമ്മളിട്ട് നാം ഓർക്കണം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയണം. ദൈവമേ, ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിലും ഞാൻ ഓർക്കുകയാണ്. ഇതിനു മുമ്പിൽ നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ മിറക്കിളിനെ ഞാൻ ഓർക്കുകയാണ്. ഞാനൊരു അത്ഭുതമാണ്, ഞാനൊരു ദൈവത്തിൻ്റെ വണ്ടറാണ്. ദൈവമേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ഇതിനകത്തും നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രൊവിഷൻസിനായി നന്ദി പറയുമ്പോൾ നമ്മുടെ കയ്പിലെ പിശാച് കൊണ്ടുവരുന്ന കയ്പിനെ, മുറിവിനെ അവൻ സൗഖ്യമാക്കുവാൻ തക്കോണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളതിനകത്ത് നന്ദി പറയുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയാണ്, അവിടെ അപ്പത്തിൻ്റെ സംഗതി അവർ ഓർത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതികൂല കാറ്റിന് മുമ്പിൽ എന്താണ് ഓർക്കുക? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ടെന്ന് ശേഷിപ്പിച്ച ഈ ഒരു ദൈവം തന്നെയാണ് ഈ സാഹചര്യത്തിലും നമ്മെ ഇതിനകത്തൂടെ വിടുവിക്കും. അവൻ ശക്തനെന്ന് എണ്ണിയിരുന്നെങ്കിൽ അവരാ ടെസ്റ്റ് പാസ്സായനെ. പക്ഷെ ശിഷ്യന്മാർ പാസ്സായില്ല. അവരുടെ ഹൃദയകാഠിന്യവും അവിശ്വാസത്തെയും യേശു കണ്ട് ആശ്ചര്യപ്പെട്ടു. നമ്മൾ മനുഷ്യരാണ്. ഓരോ സാഹചര്യത്തിലും പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പ്രതികരണം ഇതാണ്. ഒരു ജയത്തിന് ശേഷം ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പാസ്സാകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത ഗ്ലോറിയിലേക്ക്, അടുത്ത റെലത്തിലേക്ക് ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഇന്ന് ആരുടെയൊക്കെയോ കയ്പിനെ ദൈവം വേരോടെ എടുത്ത് കളഞ്ഞ്, ഇന്നാളിത് ചെയ്തില്ല, ശരിയാണ്, സഭ എനിക്കത് ചെയ്തില്ല, ശരിയാണ്, ആളുകൾക്ക്, മനുഷ്യർക്ക് കുറവുകളുണ്ട്,
പക്ഷെ കുറവില്ലാത്തൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ കയ്പിനെ വെച്ചുകൊണ്ടിരിക്കരുത്. ദേവദാസന്മാർക്കെതിരെ വെച്ചിരിക്കുന്ന കയ്പിനെ നീ വെച്ചുകൊണ്ടിരിക്കരുത്. അവർ നിന്നെപ്പോലെ തന്നെ മനുഷ്യരാണ്. ക്ഷമിക്കുക. അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അതാണ് കർത്താവ് പറഞ്ഞത്. നീ ആരെങ്കിലും ഇന്നത് നിനക്ക് ചെയ്യണം നീ ആഗ്രഹിച്ചാൽ നീ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ തൊടുകയാണ്. അവൻ റഫേക്ക, യുവർ ഡോക്ടർ, നിന്നെ സൗഖ്യമാക്കുന്ന, ആ മുറിവുകളെ കെട്ടുന്ന നല്ല വൈദ്യനായ യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളെ തൊടുകയാണ്. സാന്നിധ്യം നിങ്ങളെ മൂടുകയാണ്. ഓ ജീസസ്, കുറവുകൾ നീകത്തും ദൈവം നീ, എൻ്റെ ജീവ അപ്പവും നീ, എൻ നീഴലാ കൂടെ വരും എൻ്റെ മഹത്വത്തിൻ ദൈവം നീ. കുറവുകൾ നികത്തിയിടും അപ്പം നീ, എൻ്റെ ജീവ അപ്പവും നീ, എൻ്റെ നിഴലാ കൂടെ വരും എൻ്റെ മഹത്വത്തിൻ മേഘവും നീ. ആയുസിന്നാളെല്ലാം പാടിടുമേ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ, എല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നേ, എല്ലാറ്റിലും മേതെ ഉയർന്നവനെ. ഓ ആയുസിന്നാളെല്ലാം പാടിടുമേ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ, ആ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നേ, എല്ലാറ്റിലും മീതെ ഉയർന്നവനെ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഹൗസ് ഓഫ് പ്രയർ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോ ജീവിതങ്ങളുടെ മീതെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സൗഖ്യം ഇപ്പോൾ വീശട്ടെ. മുറിഞ്ഞിരിക്കുന്ന വ്രണങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മനസ്സുകളുടെ മീതെ ഇപ്പോൾ ദൈവത്തിന്റെ സൗഖ്യം കൽപ്പിക്കുന്നു. എല്ലാ കയ്പിന്റെ വേരുകളും ഇപ്പോൾ വേരോടെ, പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാ വൃക്ഷങ്ങളും യേശുവിന്റെ നാമത്തിൽ അത് പറിഞ്ഞു മാറട്ടെ. കയ്പിന്റെ വേരുകൾ യേശുവിന്റെ നാമത്തിൽ പറിഞ്ഞു മാറട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ആനന്ദം, ദൈവത്തിന്റെ തൃപ്തി, ദൈവത്തിന്റെ സമാധാനം ഇപ്പോൾ അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും മൂടട്ടെ. ആ സാഹചര്യത്തിനകത്ത്, ആ ടെസ്റ്റിനകത്ത് അവർ പാസ്സാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജയത്തെ അവർ നന്ദി പറയുവാൻ, ഇതിനു മുൻപ് തന്നിരിക്കുന്ന ജയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, ഈ സാഹചര്യത്തിലും എന്നെ വിടുവിക്കുവാൻ ശക്തനെന്ന് എണ്ണുവാൻ, ഹല്ലേലൂയ. ബന്ധങ്ങൾ സ്ഥിരപ്പെടുവാൻ, ബന്ധങ്ങൾ ഒന്നായി തീരുവാൻ, ടു മെൻഡ് ദ റിലേഷൻഷിപ്പ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിൽ, ഹല്ലേലൂയ, വിള്ളലുകൾ വന്നതായുള്ള ബന്ധങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒന്നായി മാറട്ടെ. നിങ്ങൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവം അതിനെ സൗഖ്യമാക്കുമ്പോൾ, നിങ്ങൾ താഴുമ്പോൾ, നിങ്ങളൊന്ന് ക്ഷമ പറയുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിയെ അംഗീകരിക്കുമ്പോൾ, ദൈവത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ക്ഷമിക്കുമ്പോൾ, ഇപ്പോൾ ദൈവത്തിന്റെ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അവനെ അനുസരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വരുന്ന ദൈവത്തിന്റെ വൻ പ്രതിഫലം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. Thank you, Holy Spirit. We give you praise. We give you glory. We give you honor. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുത്ത ഓരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ പേര് ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ അവരെ കടന്നു പിടിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ശാപങ്ങളും മുറിഞ്ഞു മാറി, ചങ്ങലകൾ മുറിഞ്ഞു മാറി, യേശു ദൈവമെന്ന്, ഹല്ലേലൂയ, അവരുടെ ഹൃദയവും കണ്ണും കാണുവാൻ അത്ഭുതമായ ദൈവത്തിന്റെ കരം ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിന്റെ മീതെ ഇറങ്ങട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക്സ് ഫോർ ജോയിനിങ്. May God bless you. Amen.